ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് പ്രൊഡക്റ്റ് റിവ്യൂ പറയാനല്ല കേട്ടോ. ഞാനൊരു ആപ്ലിക്കേഷനെ പറ്റി പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ പേർക്ക് ഈ ആപ്ലിക്കേഷനെ പറ്റി അറിയായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഞാൻ പുറത്തിരുന്ന് വീഡിയോ ചെയ്യുന്ന കാരണം കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ക്ഷമിക്കുക. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. ഞാൻ ആ ആപ്ലിക്കേഷനെ പറ്റി പറയുന്നതിനേക്കാൾ മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവകഥ പറയാം. ഞാൻ എങ്ങനെയാണ് ആ ആപ്ലിക്കേഷനിൽ എത്തിപ്പെട്ടതെന്ന് പറയാം. ഇതുപോലെ ഒരു ദിവസം ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാനത് എഡിറ്റ് ചെയ്യായിരുന്നു. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സാധാരണ പോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ധൃതി പിടിച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴായിരിക്കും നോട്ടിഫിക്കേഷൻ വരിക സ്റ്റോറേജ് ഫുള്ളെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാനത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റോറേജ് ഫുള്ളെന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കണമായിരുന്നു. എഡിറ്റ് ചെയ്ത വീഡിയോ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കണമായിരുന്നു. അപ്പോൾ ആ ആവേശത്തിൽ പോയിട്ട് ഞാൻ വേണ്ടതും വേണ്ടാത്തതായിട്ടുള്ള എല്ലാ ഫോട്ടോസും വീഡിയോസൊക്കെ പോയിട്ട് ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഇതെല്ലാം കോമഡി. ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ക്ലിപ്സുകൾ ഗാലറിയിലുള്ളത് അതും കൂടി ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഗൈസ്. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പോയി നോക്കുമ്പോഴാണ് എല്ലാം പോയി ഗൈസ്. എല്ലാം കഷ്ടപ്പെട്ട് എടുത്ത വീഡിയോസും ഫോട്ടോസൊക്കെ ആയതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് വിട്ട് കളയാനായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ യൂട്യൂബിൽ പോയിട്ട് കുറച്ച് ഇപ്പോൾ ഡിലീറ്റ് ആയിട്ട് പോയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന കുറച്ച് ആപ്ലിക്കേഷനൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ ഒരു ആപ്ലിക്കേഷൻ കണ്ടു. എന്നിട്ട് ഞാനത് ഡൗൺലോഡ് ചെയ്തു. ഡൗൺലോഡ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് അതിൽ ഫ്രീ ആയിട്ട് നമുക്ക് എടുക്കാമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ വീഡിയോയിൽ. അങ്ങനെ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ അതിൻ്റെ ഉള്ളിൽ ഇരുന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് പെയ്ഡാണ് ഫുള്ള്. നമ്മൾ പൈസ കൊടുത്താൽ മാത്രമാണ് അതിൽ നമുക്ക് ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ എന്ന്. കുറേ ആഡ്സ് അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കണ്ടു എന്നല്ലാതെ വേറെ യൂസൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഫോട്ടോസും വീഡിയോസൊക്കെ അല്ലേ, പിന്നെയാണെങ്കിലും എടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ തുടങ്ങി. എന്നാലും ഉള്ളിലൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വട്ടം കൂടി നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് യൂട്യൂബിൽ കയറിയിട്ട് ഞാൻ വേറെ ആപ്ലിക്കേഷൻ നോക്കി. അപ്പോൾ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയിലാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ കണ്ടത്. പിന്നെ അത് കണ്ടപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ഫയൽ റിക്കവറി ആൻഡ് ഫോട്ടോ റിക്കവറി എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് ഡിലീറ്റ് ആയി പോയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഡോക്യുമെൻറ്റ്സും ഫയൽസൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോറിൽ സെർച്ചിൽ പോയിട്ട് ഫയൽ റിക്കവറി ആൻഡ് ഫോട്ടോ റിക്കവറി എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഫയൽ റിക്കവറി എന്ന് ഫോട്ടോ റിക്കവറി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് വരും. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇൻസ്റ്റാൾ ആയതിനു ശേഷം അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ആഡൊക്കെ വരും. അത് നമ്മൾ സ്കിപ്പ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ സ്ക്രീനുകൾ വരുമ്പോൾ നെക്സ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് അടിച്ച് വിട്ടാൽ മതി. അതിനുശേഷം ഇതുപോലെ സ്ക്രീനിൽ സ്റ്റാർട്ട് ഫ്രീ ട്രയൽ എന്ന് പറഞ്ഞിട്ട് അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ സ്പെഷ്യൽ ഓഫർ ന്യൂ യൂസേഴ്സിനുള്ളത് അത് നമ്മൾ ക്ലെയിമിറ്റ് കൊടുത്താൽ മതി. അത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു സ്ക്രീൻ വരികയിൽ ഫോട്ടോ വീഡിയോ ഓഡിയോ ഡോക്യുമെൻ്റ് എന്നുണ്ടാവും. ഇപ്പോൾ ഞാൻ ഫോട്ടോയാണ് സെലക്ട് ചെയ്യണത്. എന്നിട്ട് സ്കാൻ ഡിലീറ്റഡ് ഫയൽസ് കൊടുക്കുക. അപ്പോൾ സ്കാൻ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ഫോട്ടോസ് ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫോണിൽ നിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഫോട്ടോസും ഇപ്പോൾ റിക്കവറായി വരും. ഒത്തിരി ഫോട്ടോസ് ഉണ്ട്, അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതൊക്കെയാണ് വരുന്നത്. വരുന്നുണ്ട്. ഇതിൽ നമ്മൾ റീസെൻ്റായിട്ട് ഡിലീറ്റ് ചെയ്ത ഫോട്ടോസ് മാത്രമല്ല, നമ്മൾ മാസങ്ങൾ മുമ്പ് ഡിലീറ്റ് ചെയ്ത ഫോട്ടോസും വീഡിയോസും ഡോക്യുമെൻറ്റ്സ് വരെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലൊരു ഫോട്ടോ സെലക്ട് ചെയ്തു. അപ്പോൾ അത് എന്നിട്ട് മുകളിൽ റിക്കവറിനുണ്ടാവും. ആ റിക്കവർ അമർത്തുക. അപ്പോൾ അതായത് ഫയൽ സേവ് ആയിട്ടുണ്ട്. പിന്നെ അത് ഗാലറിയിൽ പോയി നോക്കാം, വന്നോ നോക്കാം നമുക്ക്. അപ്പോൾ ഗാലറിയിൽ എത്തിയിട്ടുണ്ടത്. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ഡിലീറ്റ് ആയ ഫോട്ടോസും വീഡിയോസും ഓഡിയോസൊക്കെ റിക്കവർ ചെയ്ത് എടുക്കാമെന്ന്. അപ്പോൾ ഇത് ചില ഫോണുകളിലൊന്നും വർക്കിംഗ് അല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഫോണിൽ വർക്കിംഗ് ആയിരുന്നു. പിന്നെ ഞാൻ വേറെ 2 ഫോണിലും കൂടി നോക്കിയായിരുന്നു, അതിലും വർക്കിംഗ് ആയിരുന്നു.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ബൈ.